നിനക്ക് രാവിലെ കോടതി വന്നൊന്ന് മുഖം കാണിച്ചിട്ട് ഈ പണി ചെയ്യാൻ വന്നാ പോരെ? എനിക്ക് ഭാർഗവ മുതലാളിയുടെ അടുത്ത് പറയാൻ പറ്റുമോ? കുറച്ച് കഴിഞ്ഞിട്ട് ചത്താ മതി, എനിക്ക് കോടതി പോയി ഒന്ന് മുഖം കാണിക്കണമെന്ന്. ടീച്ചറെ, ഇത് മണിയും ഭാർഗവൻ ചേട്ടൻ തമ്മിലൊരു ഒത്തുകളിയാണോ എന്നൊരു ചെറിയ സംശയം ഉണ്ടിരിക്കും. നിനക്കങ്ങനെ പല സംശയവും വരുമല്ലോ. മണി, എൻ്റെ അടുത്ത് നിന്റെ ഉടായ്പ പരിപാടി എടുക്കരുത്. ടീച്ചറിന് പെൻഷൻ വാങ്ങിച്ച് കുമ്പളപ്പം ചുട്ട് പൊതിച്ചോറായിട്ട് നടന്നാൽ മതിയല്ലോ. എനിക്ക് അരി മേടിക്കണമെങ്കിൽ ഇതുപോലെ ആരെയും ചാവണം. ഇത്രയും ബുദ്ധിമുട്ട് എനിക്കുണ്ടെന്ന് അറിയാമല്ലോ. എന്നാ പിന്നെ കോടതി വന്ന് ഞാനിങ്ങനെ ഒന്ന് ചെയ്തു പോയി എന്നങ്ങ് സമ്മതിച്ചാ പോരെ? അതങ്ങ് പള്ളിയിൽ ചെന്ന് പറഞ്ഞാൽ മതി. പിന്നെ ടീച്ചർക്ക് കേസൊക്കെ പിൻവലിച്ചാ പോരെ? ഇടമണ്ട, എന്റെ മാഷിട്ട കേസ് അങ്ങനൊന്നും പിൻവലിക്കാൻ പറ്റത്തില്ല. അന്നേ പോലീസുകാരോട് ഇവനാ ചെയ്തതെന്ന് സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ കോടതി കയറി ഇറങ്ങേണ്ടി വരത്തില്ലായിരുന്നു എനിക്ക്. മണിയെ, അടുത്ത ഹിയറിംഗിൽ നീ വന്നില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും പറഞ്ഞേക്കാം കേട്ടോ. എന്തെന്ന്? വൈഫുമായിട്ടൊന്ന് ആലോചിക്കട്ടെ. വൈഫോ? എല്ലാം കഴിച്ചോ? ഇല്ല, വിശന്നിട്ട് വയ്യ. വിശപ്പിനൊന്നും കുഴപ്പമൊന്നുമില്ല. ചോറുപതിയോടെ വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം ഇവള് ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതാ. നിങ്ങൾ വരുന്നോണ്ട് വെളുപ്പാങ്കാലത്ത് 5 മണിക്ക് എഴുന്നേറ്റ് ഉണ്ടാക്കിയതാ. അതെ, കുട്ടിയെ കണ്ടാൽ അറിയാം, നല്ല കൈപ്പണിയുള്ള കുട്ടിയാണ്. പരിചയപ്പെടുത്താൻ മറന്നല്ലോ. ഇത് കവിത ചിറ്റ, ഇത് ബീനാൻഡി, ഇത് ചിറ്റയുടെ മോള് കിങ്ങിണി. എല്ലാരും നമ്മുടെ സ്വന്തം. ഫോട്ടോയിൽ കണ്ടപ്പോ നല്ലപോലെ വെളുത്തിട്ടായിരുന്നല്ലോ. ഇതിപ്പോ നാട്ടിലെ ക്ലൈമറ്റ് കറുപ്പിച്ചതാ. പാവം. അല്ലേലും ഇസ്താംബുളിൽ തിരിച്ചു പോയാ വെളുക്കാലോ. അല്ലേ തന്നെ ലുക്കിലും തിരിക്കുന്നു. ആട്ടെ, അമ്മ എപ്പോ വരും? അമ്മ വരും, അമ്മക്കെല്ലാം ഓക്കെയാ. അമ്മ വന്നായിരുന്നെങ്കിൽ നമുക്ക് കാര്യങ്ങളോട്ടും കടക്കാമായിരുന്നു. അത് പിന്നെ അമ്മവ, ആണായിട്ടും പെണ്ണായിട്ടും ഞാൻ ഒരാളേ ഉള്ളൂ. ഈ കാണുന്ന വീടും പറമ്പൊക്കെ അമ്മ തീർന്നു കഴിഞ്ഞാൽ പിന്നെ എന്റെ പേരില്ല. ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ച 20 പവൻ വേറെയും. പിന്നെ കെട്ടിക്കഴിഞ്ഞാ കെട്ടണൊപ്പം നിൽക്കാനാണ് എന്റെ ആഗ്രഹം. ഓക്കെ ആണെങ്കിൽ നമുക്ക് ഈ വരുന്ന ചിങ്ങം 13 തന്നെ ഉറപ്പിക്കാം. എന്തേ? ഇവന്റെ അച്ഛനോടും അമ്മയോടും കൂടി തീരുമാനിച്ചിട്ട് നമുക്ക് മുറ പോലെ കാര്യങ്ങൾ നടത്താം. ഓ, മാക്സിമം പെട്ടെന്നായ അത്രയും നല്ലത്. ഞങ്ങളൊക്കെ അല്ലേടാ? ഏതാ വണ്ടി? ഒറ്റപ്പാലം സ്റ്റേഷൻ. വരട്ടെ അമ്മാവ. ഇങ്ങോട്ട് പോടാ, ചോദിക്കടാ. ടീച്ചറെ, ചിപ്പിയുടെ കല്യാണം ഉറപ്പിച്ചു. ഈ വരുന്ന ചിങ്ങം 13-ന്. ആരുറപ്പിച്ചു? അവള്. എടി, നീ അവരെ ഇങ്ങോട്ട് ഇറക്കി വിടുന്നോ അതോ അങ്ങോട്ട് വരണോ? അയ്യോ, ആണുങ്ങളില്ലാത്ത വീട്ടിൽ നിന്ന് വടയും മുറുകൊക്കെ തിന്നോണ്ടിരിക്കുക. ഇസ്താംബുളിലും തോന്നുന്നത്. ചെറുക്കൻ ഇസ്താംബുളിലാണ്. ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ? ബുള്ളായാലും ചെള്ളായാലും ഒരു പുല്ലും നടക്കത്തില്ല. എന്റെ മോള് മുതലങ്ങാടി വിട്ട് എങ്ങോട്ടും പോകുന്നില്ല. ചെറുക്ക, നിന്നോടും കൂടെ പറയുന്നേ, നിന്നെ ഈ ടെറിട്ടറി കണ്ടുപോരുത്. വണ്ടി വിടറ അമ്മാവാ. ആ, വണ്ടി വിടറ അമ്മാവാ. കറക്റ്റ്. വിട്ടു വിട്ടു. മോൾസേ, ഒരുമാതിരി ജീവിതമായി പോയാലോടെ ഇങ്ങോട്ടേന്ന്.